ഞാൻ എന്റെ പ്രിയപ്പെട്ട ഹൈന്ദവരിത് കേൾക്കണ്ടോ ഇല്ലേന്ന് എനിക്കറിയില്ല. എന്നാലും അവർക്ക് വേണ്ടി ഈ ഒരു ഭാഗം നാളെ ക്ലിപ്പായി ഇറങ്ങട്ടെ. എന്റെ പ്രിയപ്പെട്ട ഹൈന്ദവ സഹോദര, നിന്നോട് പോലും വേദഗ്രന്ഥം എന്താ പറഞ്ഞേ? ത്വമേകം ശരണ്യം ത്വമേകം വരണ്യം ത്വമേകം ജഗത്കാരണം വിശ്വരൂപം ത്വമേകം ജഗത്കർത്തൃപാതൃപ്രകൃതൃ ത്വമേകം പരം നിശ്ചലം നിർവികൽപം. ഏകം എന്ന് 5 തവണയാ പറഞ്ഞത്. ഏകനായ പടച്ചോൻ ആരാധിക്കാൻ. ഏകം സദ്ബഹുദാ വിപ്രാവദന്തി യോ ദേവാനാം നാമദ ഏകേവ ശമ്മ ഇസ്രായേല അഡോണൈ എലോഹിൻ അഡോണൈ. മാർക്കോസിന്റെ 12-ാം അധ്യായം 29-ാമത്തെ വചനം ഹീബ്രു ഭാഷയിലാണ്. ഇസ്രായേലി സമൂഹമേ, നമ്മുടെ ദൈവം ഏകനാണ്. ഹന്തം തമഹ പ്രവിശംതിയേ സംപൂത്യം ഉപാസദേ തദോബുയ ഇബദേ ഇഹു സംപൂത്യം രദഹ. ഈശാവാസ്യോപനിഷത്തിന്റെ 12-ാമത്തെ ശ്ലോക. സൃഷ്ടിപൂജ നടത്തിയ നരകത്തിലാണ്. ഒരു വേദഗ്രന്ഥം പറയാ, പശുവിനെ ആരാധിച്ച നരകത്തിലാണ്, പാമ്പിനെ ആരാധിച്ച നരകത്തിലാണ്, സൂര്യൻ ആരാധിച്ച നരകത്തിലാണ്, പിതൃമാനവാദികൾ ആരാധിച്ച നരകത്തിലാണ്, ദേവി ദേവന്മാർ ആരാധിച്ച നരകത്തിലാണ്. എത്ര കൃത്യമാണ്! ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ് ഫഖദ ഹറമല്ലാഹു അലൈഹിൽ ജന്ന. 5-ാം അധ്യായം 72-ാമത്തെ വചനം. ആരെങ്കിലും അല്ലാഹുവിൽ പങ്കു ചേർത്താൽ ഘോരാന്ധകാരമായ നരകത്തിലായിരിക്കും. അപ്പൊ എല്ലാ വേദങ്ങളും ബിംബാരാധന പാടില്ലെന്ന് പറയും. നോക്കൂ, ലോകത്തെവിടെങ്കിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബിംബുണ്ടോ? എന്തല്ലാത്ത ബിംബാരാധനയെ കുറിച്ച് എതിർത്തുകൊണ്ടാണ് എല്ലാ വേദവും. അതുകൊണ്ട് ഇസ്ലാം അത് അച്ചട്ടനുസരിച്ചു. ഹൈന്ദവ വേദഗ്രന്ഥങ്ങളിൽ ബിംബാരാധന പാടില്ല, എന്നിട്ട് അവർ ബിംബാരാധന നടത്തുന്നു. ബൈബിളിൽ ബിംബാരാധന പാടില്ല എന്നുണ്ട്, എന്നിട്ട് അവർ ചെയ്യുന്നു. ഖുർആനിൽ ബിംബാരാധന പാടില്ലായിരുന്നു, മുസ്ലിങ്ങൾ അനുസരിച്ചു. അപ്പൊ അവിടെ മതം അനുസരിച്ച മുസ്ലിങ്ങൾ മാത്രമാണ്. വേറെ പല ശിർക്കിന്റെ രൂപം മുസ്ലിങ്ങളുടെ ഇടയിലുണ്ട്. കടത്തിയിട്ട ബിംബത്തെ ആരാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അല്ലാഹുമ്മ ലാ തുജിൽ ഖബരി വസന യുബദ്, എന്റെ ഖബറിനെ ആരാധിക്കപ്പെടുന്ന ബിംബാക്കല്ലേ. അപ്പൊ കിടന്ന് ഔലിയാനെ വിളിച്ചാലും നിന്ന ബിംബത്തെ വിളിച്ചാലും ഒരേ രീതിയാണ്. അതാണ് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഒരു മണി തൂക്കം അള്ളാഹ് മരിച്ചവർക്ക് കൊടുത്തിട്ടില്ല എന്ന് പറയുന്ന കുറച്ച് വചനം കൂടെ പറയാം, കാരണം ഇതിന്റെ വിഷയത്തിന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി. 34-ാം അധ്യായം, അതെന്റെ വകയല്ലേലോ, സൂറത്തു സബഹ്. അതിൽ പറയാണ് 22-ാമത്തെ വചനം. അതിൽ പറയുന്നത് അറിയോ? അല്ലാഹുവിന് പുറമെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകളില്ലേ, അവർക്കൊരു മിസ്കാല ദർറത്ത് കഴിവ് കൊടുത്തിട്ടില്ല. ഈ മരിച്ചു പോയവരെ പൂർവികരെ വിളിക്കുന്ന ആളുകൾ നബിയുടെ കാലത്തുണ്ടല്ലോ. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറക്കിയ ഖുർആനിൽ പറയുന്നത്, ആ മരിച്ചു പോയവർക്ക് മിസ്കാല ദർറത്ത് എന്ന് പറഞ്ഞാൽ അണുത്തൂക്കം എന്ന് പറഞ്ഞാൽ നമ്മുടെ സൂചിയുടെ ഏറ്റവും അറ്റമില്ലേ, ആ അറ്റത്തേക്ക് നിങ്ങളൊന്ന് നോക്കിയേ, സൂചിയുടെ ഏറ്റവും അറ്റത്തേക്ക്. അത്ര പോലും കാര്യം മരിച്ചുപോയ ഒരു മഹാനും ഒരു വലിയും ഒരു നബിയും അധീനപ്പെടുത്തിയിട്ടില്ല. ചിന്തിക്ക്. അല്ലെങ്കിൽ ഉസ്താദുമാരെ കൊണ്ട് അർത്ഥം വെപ്പിക്കും. ലാ യംലികൂന മിസ്കാല ദർറ എന്ന് പറഞ്ഞാൽ സകല കഴിവും കൊടുത്തു എന്നാ, ഒരണുമണി തൂക്കം കഴിവ് കൊടുത്തിട്ടില്ല. കുല്ലിദുല്ലദീന സഅംതും മിൻ ദൂനില്ലാഹ് ഫലാ യംലികൂന കശ്ഫദ്ദുർരി അൻകും വലാ തഹ്വീലാ ഉലൈകല്ലദീന യദ്ഊന യബ്തഗൂന. നോക്കൂ, അല്ലാഹ് പറയാണ്, ഉലൈകല്ലദീന യദ്ഊന യബ്തഗൂന ഇലാ റബ്ബിഹിമുൽ വസീല അയ്യുഹും അഖ്റബ് വയർജൂന റഹ്മതഹു വയഖാഫൂന അദാബഹു ഇന്ന അദാബ റബ്ബിക കാന മഖ്ദൂറാ. 15-ാം അധ്യായം 56-57 വചനം സൂറത്ത് ഇസ്രാ. അതിലെന്താ അറിയോ? അല്ലാഹ് കുറുമ നിങ്ങൾ വിളിക്കുന്ന ഔലിയാക്കളും അമ്പിയാക്കളും ഇല്ലേ, മാന്മാര്, അവർക്ക് ഞാനൊരു കഴിവും കൊടുത്തിട്ടില്ല. എന്നിട്ട് പറയണം, അവരിൽ തന്നെ മഹാന്മാരായ ആളുകളില്ലേ, അവര് പോലും അള്ളാഹിനോട് വസീല തേടുകയാണ്. നിങ്ങൾ വിളിക്കണ മാന്മാരില്ലേ, അവര് പോലും അള്ളാഹിന്റെ ശിക്ഷനെ പേടിക്കുന്നോല, അവര് പോലും അള്ളാഹുവിനോട് തേടുകയാണ്. പിന്നല്ലേ നിങ്ങൾ അവരോട് തേടല്? എത്ര സിമ്പിളായിട്ട് അള്ളാഹ് പറഞ്ഞു തന്നു ഈ ഒരു ആയത്ത്. സമസ്തയിലെ ഏതെങ്കിലും ഒരു പണ്ഡിതൻ നിങ്ങളെ ലൈഫിൽ, ഇതൊക്കെ അള്ളാഹിന്റെ ഖുർആനിലുള്ളതാണല്ലോ, നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടോ? എന്തിന്? ഞാൻ ഒരു ഖുർആനെ വചനം ഉദ്ധരിക്കാം.
എന്നെ എന്നും അത്ഭുതപ്പെടുത്തിയിട്ടുള്ളതാണ്. എനിക്ക് അത്ഭുതമുള്ളത് നിങ്ങൾക്ക് അത്ഭുതം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഖുർആനിലെ 39-ാം അധ്യായം 45-ാമത്തെ വചനം, അതിൽ അല്ലാഹ് പറയുന്നത് അറിയോ? സമസ്ത ഇസ്ലാം അല്ല. അങ്ങനുണ്ടോ? അങ്ങനുണ്ട്. സമസ്തക്കാരെ പറ്റി പറയാണ്. സമസ്തക്കാരും മുജാഹിദുകളും തമ്മിലുള്ള തർക്കത്തിന് അല്ലാഹ് തീർപ്പ് കൽപ്പിക്കുക. 39-ാമത്തെ ഞാൻ ഒരേ ഒരു കാര്യം ഇന്ന് ആവശ്യപ്പെടുകയാണ്. അങ്കടി മുഖർകാരും 39-ാം അധ്യായത്തിലെ 45 മാത്രങ്ങൾ ഇന്ന് പോയിട്ട് നിങ്ങളുടെ പണ്ഡിതന്മാർ എഴുതിയ പരിഭാഷ ഒക്കെയാണ്. ഇന്ന് നിങ്ങൾ മുജാഹിദാവും. നിങ്ങൾ സത്യമാണ് അന്വേഷിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ സമസ്തയായിട്ട് അങ്ങനെ തുടരും. എന്താ അല്ലാഹ് പറയാണ്, അള്ളാഹിനെ പറ്റി മാത്രമായിട്ട് പ്രസ്താവിക്കപ്പെട്ടാൽ എങ്ങനെ? പ്രാർത്ഥന അള്ളാഹിനോട് മാത്രം എന്ന് പറഞ്ഞാൽ സഹിക്കാത്ത ചില ആളുകൾ മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട്. ഒന്ന് കേട്ടോളിട്ടോ, ശരിക്കും മനസ്സിലായിക്കോളി. പ്രാർത്ഥന അള്ളാഹിനോട് മാത്രം, നേർച്ച അള്ളാഹ്ക്ക് മാത്രം, ആ മാത്രം കേട്ടാ ദേഷ്യം പിടിക്കുന്ന ചില ആളുണ്ട്. അപ്പൊ പ്രാർത്ഥന അള്ളാഹിനോട് മാത്രം എന്നൊരു ബോർഡ് ഒട്ടിച്ചാൽ RSSകാർ കീറാറില്ല, ക്രിസ്ത്യാനികൾ കീറാറില്ല, APK സുന്നികൾ കീറുന്നു. അല്ലാഹ് പറയാണെന്ത്? ഒരിക്കൽ ഈ മാത്രത്തോട് ഭയങ്കര വിരോധാണ്. ഖുർആന്റെ വചനാണ്. AP സുന്നികൾ കീറുന്നു, EK സുന്നികൾ കീറുന്നു. അല്ലാഹ് പറയാ. എന്നിട്ടോ ഓർക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാകുന്ന ഒരു കാര്യമുണ്ട്. അതെന്താ? അള്ളാന്റെ കൂടെ CM അടവൂരിനെ വിളിക്കാന്ന് പറഞ്ഞു, ഭയങ്കര ഹാപ്പി ആയിരിക്കും. APക്ക് ഭയങ്കര ഹാപ്പി ആയിരിക്കും. ഇങ്ങനൊക്കെ ഖുർആനിലുണ്ടോ? ഇങ്ങനൊക്കെ ഖുർആനിലുണ്ട്. APക്ക് ഹാപ്പി ആയിരിക്കും എന്ത് പറഞ്ഞാല്, അള്ളാന്റെ കൂടെ മൊയ്തീൻ ഷേഖിനെ വിളിക്കാറിഞ്ഞാൽ, അള്ളാന്റെ കൂടെ മമ്പർദങ്ങളെ വിളിക്കാറിഞ്ഞാൽ ഓർക്ക് ഭയങ്കര ഹാപ്പി ആയിരിക്കും. ഓല് കാഫറുകളാണ്. ഞാൻ പറയലട്ടോ, എന്നോട് ദേഷ്യം പിടിക്കണ്ട. അല്ലാഹ് പറയാ. ഇനി ഞാൻ എന്ത് പറഞ്ഞു തരണം നിങ്ങൾക്ക്? എനിക്കൊരു കാര്യം ഉറപ്പാണ്, ഞാൻ ഇവിടുന്ന് കൊല്ലപ്പെട്ടാലും മരിച്ചാലും നാട്ടിലേക്ക് പോയാലും മറ്റന്നാളുള്ള സ്റ്റേജിൽ കയറിയാലും ഇല്ലെങ്കിലും ഈ അങ്കടി മുഖറില് കണിശമായ വ്യക്തമായ തൗഹീദ് പറയാൻ അവസരം കിട്ടിയിട്ട് നീ പറഞ്ഞോ നിന്റെ റബ്ബ് ചോദിച്ചാൽ, റബ്ബേ ഞാനത് കൃത്യതപ്പെടുത്തിയിട്ടുണ്ട്, എനിക്ക് പറയാൻ പറ്റും. ഒരു ഭയപ്പാടില്ല എനിക്ക്. നേരെ മറിച്ച് ഇവിടെ പേരോട് വന്നാൽ, ഇവിടെ ഒരു സഖാഫി വന്നാൽ ഓന്റെ കാര്യം പരലോകത്ത് കട്ടം. ഓൻ എന്തിനാ വരുന്നത്? ഔലിയാക്കളെ വിളിക്കാന്ന് പറയാനോ വരുന്നത്? ഏതെങ്കിലും ഒരു നബി ഔലിയാനെ വിളിക്കാൻ സമൂഹത്തെ പഠിപ്പിക്കാൻ സ്റ്റേജ് കയറിയിട്ടുണ്ടോ? അതായത് ഒരാളൊരു നാട്ടിൽ വരിക, അതായത് അള്ളാഹിനോട് മാത്രമേ തേടാവൂന്ന് ഇങ്ങനെ പ്രസംഗിക്കുക. എന്നിട്ട് വേറൊരു നബി വന്നിട്ട് അള്ളാഹിനോടും തേടാ, അള്ളാഹ് കൊടുത്ത കഴിവൊന്നും തേടാ എന്ന് പ്രസംഗിച്ചാലല്ലേ സമസ്ത ശരിയാന്ന് പറയാ. അങ്ങനെ ഒരു ചരിത്രം ഒരു നബി പ്രസംഗിച്ചതുണ്ട് എവിടെങ്കിലും? ഉണ്ടെങ്കിലും കൊണ്ടുപോവാ. ഒരു നബി പ്രസംഗിച്ചായിട്ട് അള്ളാഹ് പറയണ്, ഇന്ന നബി മരിച്ചതിന് ശേഷം ചോദിക്കാന്ന് അള്ളാഹ് പറയുന്നു എന്ന് പറഞ്ഞൊരു ആയത്ത് കാണിക്ക്. ഇല്ല കൂട്ടരെ, നിങ്ങൾ ഇപ്പൊ ആരെയും വിളിച്ചോണ്ടോന്ന് അവിടെ. നിങ്ങൾക്ക് ഈ കാസർഗോഡ് കിട്ടാവുന്ന ഏറ്റവും വലിയ പണ്ഡിതനെ ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യാം. തെളിയിക്കാൻ കഴിയില്ല. വെറുതെ ബേജാറായി കാറ് കയറ്റി പോണ്ട. ഇല്ല, 2 മാസം തരാ, കൊണ്ടുവരാൻ കഴിയില്ല. 2 വർഷം തരാ, കൊണ്ടുവരാൻ കഴിയില്ല. മനസ്സിലായി?